എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്ന് 22 ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി മൊഡ്യൂൾ 4 കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് സോഷ്യോളജി കംപ്ലീറ്റ് ആവുകയാണ്. നാളെയാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ 23-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 23, 24, 25 3 ചാപ്റ്ററുകളിലെ പ്രധാന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 23-ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ്, ഇന്ത്യയിലെ സാമൂഹ്യ ചിന്തകന്മാർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നമ്മൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് 2 ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നല്ലേ, അതിൽ നിന്നും നിങ്ങൾ വേദിക് ഏജിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക എന്ന്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, വേദ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച അറിവ് കാണും, എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. അതായത് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അറിവ് എന്നാണ്. അത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ആത്മീയത അല്ലെങ്കിൽ മതപരമായ അറിവ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഒരു പ്രത്യേക സാഹിത്യ കൃതിയെന്നും സൂചിപ്പിക്കുന്ന വാക്കല്ല. അനേകം നൂറ്റാണ്ടുകളിലൂടെ എന്ത് ചെയ്തു വന്ന വളർന്ന് വികസിച്ച ഒരു സാഹിത്യ മണ്ഡലത്തെ ഒന്നാകെ ഉൾക്കൊള്ളുന്നതാണ് ഏതെന്ന് പറയുന്നത് വേദം. അതുപോലെ തന്നെ വേദങ്ങൾ 4 എണ്ണമാണുള്ളത്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് നമ്മുടെ വേദ കാലഘട്ടം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 4 വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേദങ്ങൾ. ഇതിൽ ഋഗ്വേദമാണ് ആദ്യം രചിക്കപ്പെട്ട വേദം. ഇത് നമ്മൾ ഹിസ്റ്ററി 1-ാമത്തെ ചാപ്റ്ററിലോ 2-ാമത്തെ ചാപ്റ്ററിലോ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഉപനിഷത്ത് എന്താണെന്നും അതുപോലെ വേദങ്ങളെക്കുറിച്ചൊക്കെ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ ഇത്. അപ്പോൾ ഒരുപാട് മന്ത്രങ്ങളടങ്ങിയതാണ്, 1000-ൽ പരം മന്ത്രങ്ങളടങ്ങിയതാണ് ഋഗ്വേദം. ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഏതിലെഴുതാനുള്ള വേദിക് ഏജിനെ കുറിച്ച്. ഞാൻ അതിൽ കൂടുതൽ പറയാനായിട്ട് പോകാത്തത്, ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ മൊഡ്യൂളുകളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് 9 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 2-3 വീഡിയോ ആയിട്ട് അതുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും സ്പീഡായിട്ട് നിങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വേദിക് ഏജ് നിങ്ങൾ ആ ഹിസ്റ്ററിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്നതെല്ലാം മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളവയാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ബുദ്ധിസം. നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് എന്താണ് ബുദ്ധമതത്തിൻ്റെ 4 മഹത് സത്യങ്ങളെന്നോ അല്ലെങ്കിൽ ബുദ്ധമതത്തെക്കുറിച്ച് എഴുതുക എന്നൊക്കെ, അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്നൊക്കെ ചോദിക്കാം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം, വാട്ട് ആർ ദ 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം എന്നൊക്കെ ചോദിക്കാം. അത് നമുക്കറിയാം. ബുദ്ധമതം അല്ലേ 6-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മതമാണ് ബുദ്ധമതമെന്നും ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയാം. ഇനി ബുദ്ധമത തത്വങ്ങൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ലൗകിക ജീവിതം ദുഃഖമയമാണ്, അതാണ് 1-ാമത്തേത്. 2-ാമത്തേത് ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ്. 3-ാമത്തേത് ആഗ്രഹങ്ങളില്ലാതായാൽ ദുഃഖം ശമിക്കും. 4 ശ്രേഷ്ഠമായ അഷ്ടാംഗമാർഗം പിന്തുടർന്നാൽ ആഗ്രഹങ്ങൾ ശമിക്കും. അഷ്ടാംഗം എന്ന് പറയുമ്പോൾ 8 എണ്ണമാണ്. അപ്പോൾ ഇത് 4 ബുദ്ധമത തത്വങ്ങളെന്ന് പറയുന്നത്. ഇനി അഷ്ടാംഗമാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതും ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ശരിയായ നിരീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ വർത്തമാനം, ശരിയായ ജീവിതമാർഗം, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ ധ്യാനം. ഇത്രയുമാണ് ബുദ്ധമതത്തിലെ അഷ്ടാംഗമാർഗങ്ങൾ. ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ബുദ്ധമതത്തെക്കുറിച്ച് ചോദിച്ചാൽ എഴുതണം. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, ജൈനമതത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൈനിസത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മനുസ്മൃതി. അതും മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് മനുസ്മൃതി എന്നുള്ളത്? അപ്പോൾ മനുസ്മൃതിയിൽ 2685 ഭാഗങ്ങളാണുള്ളത്. ഇത് 12 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിനെക്കുറിച്ചിട്ട് ആമുഖത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. 2-ാമത് നിയമങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതിൽ നമ്മൾ ജീവിതത്തിലെ 4 ഘട്ടങ്ങളിലെ 1-ാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് ഈ നിയമങ്ങളിൽ ആദ്യ ഭാഗത്ത് പറയുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നു. പിന്നെ 3-ാമത്തെയും 4-ാമത്തെയും പുസ്തകങ്ങൾ 2-ാമത്തെ ആശ്രമമായ, നമ്മൾ പഠിച്ചിട്ടില്ലേ ഹിസ്റ്ററിയിൽ ഗൃഹസ്ഥാശ്രമം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. പിന്നെന്താണ്? സ്ത്രീകളുടെ കടമകളെക്കുറിച്ച് പറയുന്നതാണ് 5-ാമത്തെ പുസ്തകം. 6-ാമത്തേത്
അതായത് അവസാനത്തെ രണ്ട് ആശ്രമങ്ങളായ വാനപ്രസ്ഥത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചുമാണ് 6-ാം പുസ്തകത്തിൽ പറയുന്നത്. 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും പുസ്തകങ്ങളിൽ നിയമങ്ങളെക്കുറിച്ചും ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ കടമ തൻ്റെ പ്രജകളോടും രാജ്യത്തോടും ചെയ്യേണ്ടതും ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചും ഒക്കെയാണ് 7, 8, 9 ഇവയിൽ പറയുന്നത്, ഈ പുസ്തകങ്ങളിൽ പറയുന്നത്. 10-ാമത്തേതിൽ ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും പറയുന്നു. 11-ാമത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളാണ് പ്രതിപാദ്യ വിഷയം. അവസാനത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതുപോലെ പുനർജന്മത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന 12 പുസ്തകങ്ങളായിട്ട് തരം തിരിച്ചിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മനുസ്മൃതി. ഇതിൽ 2685 ഭാഗങ്ങളും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തതിൽ നിങ്ങൾ കണ്ടതാണ്, കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച്. വാട്ട് ഡസ് കൗഡില്യാസ് അർത്ഥശാസ്ത്ര ടെൽ, ഡെസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ്. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്താണ് പറയുന്നത്, നിങ്ങളുടേതായ വാക്യത്തിൽ എഴുതാനാണ്. നമ്മൾ കൗഡില്യനെക്കുറിച്ചും അർത്ഥശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ മൗര്യ സാമ്രാജ്യ അതിനെക്കുറിച്ച് പഠിച്ചതിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേൽക്കുന്നത് കൗഡില്യൻ എന്ന ബ്രാഹ്മണൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സിംഹാസനം പിടിച്ചെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലുമൊക്കെ എന്ത് ചെയ്തു, ചന്ദ്രഗുപ്തനെ വളരെയധികം സഹായിയായിട്ടും വഴികാട്ടിയായിട്ടൊക്കെ നിന്നത് ഈ കൗഡില്യനായിരുന്നു. അദ്ദേഹം എഴുതിയതാണ് ഏതെന്ന് പറയുന്ന അർത്ഥശാസ്ത്രം. അത് രാഷ്ട്രസങ്കല്പ വ്യക്തമായൊരു നിർവചനം നൽകുന്ന ഒരു കൃതിയാണ്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഘടന, രാഷ്ട്രവും സമൂഹവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം. മനസ്സിലായല്ലോ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ തൻ്റെ സാമ്രാജ്യം സിംഹാസനം പിടിച്ചെടുക്കുന്നതിനും തുടർ ഭരണത്തിനുമൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സഹായമായിട്ടൊക്കെ നിന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഇദ്ദേഹം കൗഡില്യൻ എന്ന് പറയുന്നത്. അങ്ങനെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കൗഡില്യൻ്റെ സിദ്ധാന്തം സപ്താംഗ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ എഴുതണം, സപ്താംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, കൗഡില്യനാണ്. എന്താണ് ഈ സപ്താംഗ സിദ്ധാന്തം? അതും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. അതായത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം 7 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആ 7 അംഗങ്ങളെയാണ് സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 അംഗങ്ങൾ? രാജാവ്, സ്വാമി, അമാത്യ, മന്ത്രി, ജനപദം, രാഷ്ട്രം, ദുർഗ എന്ന് പറയുന്നത് കോട്ട, അതുപോലെ മിത്ര, സഖ്യം, കോശ, ഖജനാവ്, ദണ്ഡ എന്ന് പറഞ്ഞാൽ നീതി. ഇത്രയുമാണ് ആ സപ്താംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, 23-ൽ നിന്നുള്ള. ചാപ്റ്റർ 24-ലേക്ക് വരുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ പ്രധാനപ്പെട്ടത്, ഏകത്വവും നാനാത്വവും. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടി വരും, വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, എന്താണ് നാനാത്വത്തിൽ ഏകത്വം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോഴെല്ലാം നമ്മൾ മിക്ക ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണല്ലേ. അപ്പോൾ ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക മാതൃകകളുടെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങൾ നമ്മുടെ രാജ്യം അങ്ങനെ സമ്പന്നമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ഒരുപാട് സംസ്കാരങ്ങളിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട് നമുക്ക്. അങ്ങനെ നിരവധി മതങ്ങളൊക്കെ പ്രചാരത്തിലുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ. നമുക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. എല്ലാ മതങ്ങളും അനുവർത്തിക്കാനും ഏത് മതം ആചരിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനേകം തവണ ഇന്ത്യ വിദേശികളാലും നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചില ചിത്രശക്തികളാലും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങൾ അതിൻ്റെ ഏകത്വത്തെ നശിപ്പിക്കാത്ത വിധത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ടല്ലേ. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ സാമൂഹ്യ സാംസ്കാരിക അഖണ്ഡത സത്തയായി ഏകീകരിക്കാൻ തക്ക ചില ശക്തികൾ നമ്മുടെ പൈതൃകത്തിൽ തന്നെയുണ്ട്. അതുപോലെ നമ്മൾ ജനതയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ വികാരമാണല്ലേ. അപ്പോൾ ഐക്യത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഇന്ത്യൻ സങ്കല്പം ഏകരൂപത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, വൈവിധ്യങ്ങളുടെ
പൊരുത്തത്തിലാണ് നമ്മുടെ ഏകത്വം കുടികൊള്ളുന്നത്. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? പലതരം വൈവിധ്യങ്ങളുടെ പൊരുത്തത്തിലാണ് നമ്മൾ ഇന്ത്യ എന്ന ഏകത്വം കുടികൊള്ളുന്നത്. അതിനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ജാതിമത ചിന്തകളും അല്ലെങ്കിൽ വൈവിധ്യങ്ങളും ഭാഷകളും സംസ്കാരവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏകത്വത്തിൽ കുടികൊള്ളുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരു വികാരം, ഒരു സ്നേഹം ഉടലെടുക്കുന്നു അല്ലേ? അതിനെയാണ് നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വിഭിന്നതകളെക്കുറിച്ച് വിവരിക്കുക. അതുപോലെ തന്നെ ഇതിൽ കാസ്റ്റ് ഡൈവേഴ്സിറ്റീസ്, അതിലൊക്കെ നിങ്ങൾ ഒരുപാട് എഴുതാനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം ജാതീയതയെക്കുറിച്ച് എഴുതാൻ നമുക്ക് പ്രത്യേകിച്ച് ഇനി പറയേണ്ട. ഒരുപാട് ജാതികളുണ്ടെന്നും പണ്ട് കാലത്ത് ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു എന്ന് ഇപ്പോഴും പല ഭാഗങ്ങളിലും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ എന്ത് ചെയ്യുന്നു, സംഘർഷങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കാസ്റ്റ് ഡൈവേഴ്സിറ്റി ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതണം. ഓക്കെ, അതുപോലെ റിലീജിയൻ, നമ്മുടെ ഡൈവേഴ്സിറ്റീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭിന്നതകൾ ചോദിച്ചാലും നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, സിഖ് മതക്കാർ, ഇങ്ങനെ ഒരുപാട് മതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതണം. എന്തൊക്കെ ആയാലും നമ്മൾ എന്നിട്ട് എന്താണ് ഒന്നെന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എഴുതണം. അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് നമ്മുടെ അതിനെക്കുറിച്ച് എഴുതുമ്പോഴെന്താണ്, നമ്മുടെ ഇന്ത്യയിൽ പലതരം ഭാഷകളുണ്ട്. ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷയാണ് സംസാരിക്കുന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ സംസ്ഥാനങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളങ്ങ് എഴുതിയാൽ മതി. മിക്ക ഭാഷയുടെ ഉറവിടം ഏതാണ്? സംസ്കൃതമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തെ ഒരു പുണ്യഭാഷയാണ് നമ്മുടെ രാജ്യത്ത് ഭാഷയായി കണക്കാക്കുന്നത്. ഒരു പുണ്യഭാഷ എന്ന പദവിയിലേക്കാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ദേശീയ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഭരണഘടനയിൽ 22 തരം ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഔദ്യോഗികമായി നമ്മളൊരു ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന പോയിൻ്റ് അതാണ്. എന്താണ് ത്രിഭാഷാ പദ്ധതി? അതായത് നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയും പിന്നെന്താണ്, പൊതുവേ നമ്മൾ സംസാരിക്കുന്ന ഭാഷയായ ലോക ഭാഷയായ ഇംഗ്ലീഷും പിന്നെ അവരവരുടെ മാതൃഭാഷയും ചേർന്നതാണ് ഏതെന്ന് പറയുന്ന ത്രിഭാഷാ പദ്ധതി. അപ്പം നമ്മുടേത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഇതാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ സംസ്ഥാനത്തിനും ഇങ്ങനെയുള്ള ഭാഷാ രീതികളുമൊക്കെ വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. ഈ ഭാഷാ വിഭാഗങ്ങൾക്ക് പുറമെ അനേകം ഗോത്രഭാഷകളും നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇന്ത്യയിൽ 4 ഭാഷാ കുടുംബങ്ങളുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇൻഡോ ആര്യന്മാർ, ദ്രാവിഡിയൻ, ആസ്ട്രിക്, സിനോ ടിബറ്റൻ എന്നിവയാണ് ആ പ്രധാന ഭാഷാ കുടുംബങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ള. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ മിക്കവാറും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെൽറ്റിംഗ് പോട്ട്? നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടതാണ് എന്താണ് മെൽറ്റിംഗ് പോട്ട് എന്നുള്ളത്. അതായത് ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുകയും എന്നാൽ ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് മെൽറ്റിംഗ് പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നു. നമ്മൾ അവരവരുടെ കാര്യം തന്നെ ചിന്തിക്കുക. ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന നമ്മൾ പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെയോ അല്ലേ അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ കീഴിൽ വരുമ്പോൾ നമ്മൾ ഒന്നാണെന്നൊരു ചിന്ത അല്ലേ, ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരം. മനസ്സിലായല്ലോ? ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുകയും എന്നാൽ ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ പ്രാവശ്യം നമ്മൾ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 25ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ കോൺസെപ്റ്റ് ആൻഡ് ചലഞ്ച്, ദേശീയോദ്ഗ്രഥനം, ആശയവും വെല്ലുവിളികളും. അതിലെന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. റീജിയണലിസം ഇതിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് റീജിയണലിസം, അതുപോലെ എങ്ങനെയാണ് റീജിയണലിസം നമ്മുടെ ഈ റീജിയണലിസം നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷന് ചലഞ്ചായി മാറുന്നതെന്ന്, അതുപോലെ കമ്മ്യൂണലിസം എന്താണെന്ന്, അതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇത് പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഞാനിത് പഠിപ്പിച്ച് പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്, റീജിയണലിസവും കമ്മ്യൂണലിസവും ഒക്കെ.
ഓക്കെ, ദേശീയോദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി, മതം, പ്രദേശം, ഭാഷ ഇവയ്ക്കൊക്കെ അതീതമായിട്ട് ജനങ്ങൾക്കിടയിലുള്ള ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയോദ്ഗ്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാ ജാതി, മത, പ്രദേശ, ഭാഷ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടയിൽ തന്നെ നമ്മൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധമുണ്ട്. അതാണ് ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഈ ദേശീയോദ്ഗ്രഥനത്തിനുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹഡിൽസ് അത് ചോദിച്ചാൽ എന്തൊക്കെയാണ്? പ്രാദേശികവാദം അല്ലെങ്കിൽ റീജിയണലിസം ഒരു തടസ്സമാണ്. ജാതീയത, വർഗീയത, ഭാഷാവാദം, ഗോത്രവംശീയത, അതുപോലെ ചരിത്രത്തെ വളച്ചൊടിക്കൽ, ഇതെല്ലാം നമ്മുടെ ഇൻ്റഗ്രേഷന്, ദേശീയോദ്ഗ്രഥനത്തിന് ഭീഷണിയായി നിലകൊള്ളുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇത് കേട്ടതിന് ശേഷം എന്താണ്, ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ടവയൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് റീജിയണലിസം? എന്താണ് പ്രാദേശികവാദം അല്ലെങ്കിൽ പ്രാദേശികത്വം എന്നൊക്കെ പറയുന്നത്? ഇതെങ്ങനെയാണ് നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന് വെല്ലുവിളിയാകുന്നത്? ഹൗ ഇറ്റ് ഈസ് എ ചലഞ്ച് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ. നമ്മൾ എന്തിനാണ് റീജിയണലിസം അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന് പറയുന്ന സ്വന്തം പ്രദേശത്തോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള വൈകാരികമായ അടുപ്പം, അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്നു, ആ പ്രദേശത്തോട് നമ്മൾ വളരെയധികം ഇണങ്ങിച്ചേർന്നാണ് ജീവിക്കുന്നത്. അവിടുത്തെ ജനങ്ങളോടും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനോടുമൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാവും, അല്ലേ? അത് മറ്റു പ്രദേശങ്ങളിലുള്ളവരോടുള്ള അകൽച്ച, പക്ഷേ ആ ഒരു സ്നേഹം മാത്രമല്ല, അവിടെ വരുമ്പോൾ എന്ത് വരുന്നു? മറ്റു പ്രദേശങ്ങളിലുള്ളവരോടുള്ള അകൽച്ച കൂടി വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? പ്രാദേശികവാദമായിട്ട് മാറുന്നതല്ലേ. അപ്പോൾ സ്വന്തം പ്രദേശത്തോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള വൈകാരികമായ അടുപ്പവും മറ്റു പ്രദേശങ്ങളിലുള്ളവരോടുള്ള അകൽച്ചയുമാണ് എന്തെന്ന് പറയുന്നത്? പ്രാദേശികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന പ്രതിഭാസം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? പ്രാദേശികവാദം. അവരവരുടെ പ്രദേശത്തോടൊരു ഇഷ്ടവും മറ്റു പ്രദേശത്തോട് എന്താണ്? ഒരു അകൽച്ചയും. അതാണ് പ്രാദേശികവാദം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് എന്താണ്? 1905 നമ്മുടെ ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ഈ പ്രാദേശികവാദം ഉടലെടുക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നടപടികളിൽ പ്രാദേശികവാദത്തിൻ്റെ വിത്തുകൾ കൂടുതൽ വേഗത്തിൽ വളരാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രദേശത്തോട് മാത്രം ഒരു സ്നേഹവും മറ്റുള്ളവയോട് എന്ത് ചെയ്യുന്നു? ഒരു അകൽച്ചയും ഉണ്ടാകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായി. ഇനി അതിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് വർഗീയത? കമ്മ്യൂണാലിസം. വൈ ഈസ് ഇറ്റ് എ ത്രെറ്റ് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ? ദേശീയോദ്ഗ്രഥനത്തെ എങ്ങനെയാണ് ഇത് ഭീഷണിയായി മാറിയിരിക്കുന്നത് എന്നാണ്. കമ്മ്യൂണാലിസം എന്ന് പറയുന്നത് എന്താണ്? ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് വർഗീയത, അല്ലേ? എന്നാണ് ജവഹർലാൽ നെഹ്റു വർഗീയതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വർഗീയത പ്രധാനമായും മതങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ജനങ്ങൾ തമ്മിൽ മതത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ അടിവെക്കുന്നത്, അല്ലേ? സ്വന്തം മതത്തോടുള്ള അമിതമായ സ്നേഹവും മറ്റു മതങ്ങളോടുള്ള നിന്ദയുമാണ് വർഗീയതയ്ക്ക്, കമ്മ്യൂണലിസത്തിന് പ്രധാനപ്പെട്ട കാരണമാകുന്നത്. ഇത് പിന്നീട് പരസ്പര വിരോധത്തിലേക്കും മുൻവിധികളിലേക്കും സംശയത്തിലേക്കും ഒക്കെ നീങ്ങുകയും ഹിംസയിൽ കലാശിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് പ്രധാനമായും വർഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. വർഗീയതയ്ക്ക് പ്രധാനമായും 6 മാനങ്ങളുള്ളതായിട്ട് ആരഭിപ്രായപ്പെടുന്നു? ടി.കെ. ഉമ്മർ അഭിപ്രായപ്പെടുന്നു. ഏതൊക്കെയാണ് ആ 6 സ്വാംശീകരണം, അതുപോലെ ക്ഷേമോത്സുകം, ഉൾവലിയൽ, പ്രതിക്രിയാരൂപം, വിഭാഗീയത, അതുപോലെ വിഘടനവാദം. ഇതെല്ലാം നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ അറിയാം. ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട കമ്മ്യൂണലിസത്തിൻ്റെ 6 മാനങ്ങളായിട്ട്, അതായത് ഇതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾ പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് 26, 27, 28 ചാപ്റ്ററുകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്